ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് മാധ്യമങ്ങളെ കാണുന്നു. അതിലുള്ളതാണ് എന്റെ ആവശ്യവും. അവനെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുമെന്ന് ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ എല്ലാവരുടെ പറഞ്ഞു. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഇറക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അപ്പൊ ഇപ്പൊ അറിഞ്ഞ അവനൊരു ബന്ധു വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഓക്കെ, ബന്ധു വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബന്ധു ഇപ്പൊ പ്രതിയാവണം. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ആ ബന്ധുവിന് അത് മാത്രമല്ല, മുമ്പ് ഒരു കുറ്റക്കാരനായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ ഒരു റിപ്പോർട്ട് ഉൾപ്പെടെ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ ഇവൻ പ്രതിയായിരുന്നു. ആ പ്രതിയെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രതി മാത്രമല്ല ഈ കാശിനാഥനെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒളിപ്പിച്ച വീട്ടുകാരും കൂടെ ഇതിൽ പ്രതിയാവണം. പ്രതിയായിട്ട് അവരെ കൂടെ മുമ്പ് കൊണ്ടുവരണം. കാര്യം ഒന്നുകിൽ പങ്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഏതായാലും പ്രതിപട്ടികൾ ഉൾപ്പെടുത്തണം. നമ്മളെ കുറ്റവാളികളെ ഒളിപ്പിക്കുന്നത് ഒരു ശിക്ഷയാണ്, നമുക്കറിയാം. അവരെയും കൂടെ കൊണ്ടുവരിക, അവരെയും കൂടെ ശിക്ഷിക്കുക. ഏതായാലും ഇതിൽ 1% ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ് അല്ലെങ്കിൽ പോലും 1% ഈ കുട്ടികൾക്ക്, ഈ കുറ്റവാളികൾക്ക്, ഈ SFI ഉള്ള ഈ യൂണിയൻകാരുടെ, ആ പ്രവർത്തകരെ, ഈ കുറ്റവാളികളായ കൊലപാതകളെ എല്ലാവരും 1% ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരും കുറ്റവാളികളായിട്ട് തന്നെ കണക്കാക്കണം. എന്റെ ആഗ്രഹമാണത്. ഈ സഹായം ചെയ്യുന്ന പറയുമ്പോൾ പ്രധാനപ്പെട്ട CPM നേതാക്കൾ തന്നെ കോടതിയിലടക്കം പോയിട്ടാണ് പ്രതികൾക്കൊപ്പം പോയി എന്ന് പറയുന്നത്. മജിസ്ട്രേറ്റ് പോലും ഒരു നടപടിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ CPMന്റെ പൂർണ്ണമായ സംരക്ഷണം ഇതിലുണ്ടോ എന്ന് തോന്നുന്നു. അത് ആദ്യം മുതലേ ഉണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാര്യം ഒന്നുമില്ല, അവർ ഒരു ചെറിയ വിദ്യാർത്ഥി സംഘടനയാണല്ലോ SFI. ആ SFI മാത്രമേ അവിടെ ഉള്ളൂ, വേറെ ഒരു സംഘടനയില്ല. SFI പ്രവർത്തകരെ മാത്രമല്ല അവർ അറസ്റ്റ് ചെയ്തത്. SFI പ്രവർത്തകർ മാത്രമല്ല അവിടുത്തെ പ്രതികൾ, വെറും പ്രവർത്തകരല്ല, അതിന്റെ ഭാരവാഹികളാണ്. വെറും പ്രവർത്തകരാണെങ്കിലും കുഴപ്പമില്ല. ഈ SFIയുടെ മുതിർന്ന അവരുടെ ജോയിന്റ് സെക്രട്ടറി, പ്രസിഡന്റ്, അങ്ങനെയുള്ള അവരുടെ ഭാരവാഹികളാണ് ഇതിന്റെ കുറ്റവാളികൾ. അപ്പൊ അവർക്ക് സ്വാഭാവികം, അത് നാച്ചുറല. ആ ഭാരവാഹികളെ സംരക്ഷിക്കേണ്ട ചുമതല അവരെ പാർട്ടിക്ക് തന്നെ ഉണ്ടാവും. അത് അവരുടെ രീതി. നമ്മളത് കണ്ടിട്ടുള്ളതാണ്. വലിയ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഏതാണെങ്കിലും അവരെ വലിയ നേതാവിനെ, പ്രത്യേകിച്ച് പൂക്കോട് വെറ്റിനറി കോളേജിൽ എന്ന് പറയുമ്പോൾ ഒറ്റ സംഘടനയേ ഉള്ളൂ, SFI ആണ്. ആ SFI സംഘടന അവർക്ക് വിട്ടുകഴിഞ്ഞാൽ ആ കോളേജിന്റെ ഭരണം അവർക്ക് പോകും. വലിയ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടി സഖാക്കൾക്ക് വിചാരിക്കുക ഇനി നിന്നിട്ട് കാര്യമില്ല, വേറെ ഒരു യൂണിയൻ ഉണ്ടായിക്കളയാം എന്നവർക്കറിയാം. അതുകൊണ്ട് അവരെ നേതാക്കന്മാരെ ഏത് അറ്റം വരെയും പോയി അവർ സംരക്ഷിക്കും എന്ന് എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും തുറന്നു പറയുന്നില്ല. ഇപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഇപ്പൊ എല്ലാ കുട്ടികളെ എല്ലാ ഈ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നേ ഉള്ളൂ. അവരുടെ മൊഴി എന്താണ്, അവിടെ ചേർത്തിരിക്കുന്ന ചാർജ് എന്താണ്, ഏതൊക്കെ സെക്ഷനാണ്, അത് നോക്കി അതിനുവേണ്ടി കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്യില്ല. മാക്സിമം 1-2 ദിവസം നോക്കും. ഇത്രയും പേരെ കിട്ടിയല്ലോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തൃപ്തിയല്ലാന്ന് തോന്നുകയാണെങ്കിൽ വേറെ ഒരു ഏതെങ്കിലും ഏജൻസി കൊണ്ട് അന്വേഷിക്കേണ്ടി ഞാൻ പറയും. പക്ഷെ ഇതുവരെയ്ക്കും ഞാൻ കേസ് അന്വേഷണം പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനോട് എനിക്കിപ്പോ ഇതുവരെയ്ക്കും ഒരു വിശ്വാസമുണ്ട്. പൂർണ്ണ തൃപ്തിയോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വിശ്വാസമുണ്ട്, ഇത്ര പേരെ പിടിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കട്ടെ അവർക്ക് എന്തൊക്കെയാണ് ചാർജ്. നിസാര ചാർജാണോ? ഇപ്പൊ എല്ലാവരും വന്ന് കുറച്ചുപേര് കീഴടങ്ങി എന്ന് പറയുന്നു. കീഴടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ചെറിയ ദുരൂഹത ഉണ്ട്. അവർ പാർട്ടിക്കാർ പറയും ചെന്ന് കീഴടങ്ങിയോ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം. സ്വാഭാവികം. അങ്ങനെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ എന്തൊക്കെ ചാർജാണ് അവർക്ക് ഇട്ടിരിക്കുന്നത്, അവർക്ക് ഏതൊക്കെ ലൂപ്പുകൾ ഉണ്ട് അതിൽ പോകാനായിട്ട്, അത് ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കും. അത് എനിക്ക് നോക്കാനുള്ള നമുക്ക് അറിയാമല്ലോ എന്ന സംവിധാനം. നോക്കിയിട്ട് എനിക്ക് തൃപ്തി വരികയാണെങ്കിൽ ആ രീതിയിൽ അങ്ങ് പോകും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ രീതിയിൽ പോകും. ഈ സിൻജോക്കെതിരെ എന്താണ് ഈ സിദ്ധാർത്ഥിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരിക്കുന്നത്? എന്താണ് സിൻജോക്കെതിരെ പറഞ്ഞിരിക്കുന്നത്? ആ മരണ ദിവസം എന്നോട് വന്ന് പറഞ്ഞതാ. എനിക്ക് ആ സിൻജോയെ അറിയില്ല, ആരെയും അറിയില്ല. ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് അന്നത്തെ ദിവസം മകന്റെ ബോഡി കൊണ്ടുവന്നിട്ട് ഞാൻ പുറത്തിറങ്ങുന്നത്. അപ്പോഴാ അവന്റെ 2-3 കൂട്ടുകാർ അവിടെ നിന്ന് വന്ന ബോഡി കൂടെ അതിന്റെ കൂടെ വന്നതാ. അവരാ പറഞ്ഞത്, അങ്കിളെ ഒരു കാര്യം പറയണം, എനിക്ക് കേട്ടേ പറ്റുള്ളൂ. ഇത് കേട്ടിട്ട് എനിക്ക് ഒന്നുകിൽ അങ്കിളിനോട് പറയണം, ഇല്ലെങ്കിൽ ആന്റിയോട് പറയണം, സിദ്ധാർത്ഥന്റെ അമ്മയോട് പറയണം, അച്ഛനോട് പറയണം. അമ്മയോട് ഇപ്പോൾ പറയാൻ പറ്റിയ സാഹചര്യമല്ല. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇരുന്നത്. അപ്പോഴാ ആ കുട്ടികളെ ഒന്ന് എന്റെ ബാക്കിൽ കൂടെ തോളിൽ കെട്ടിപ്പിടിച്ച് 2 പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അവരാ പറഞ്ഞത് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞു ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ എന്റെ ജീവിതകാലം മൊത്തം എനിക്കൊരു സമാധാനം കിട്ടില്ല, ഞങ്ങൾക്കൊരു സമാധാനം കിട്ടില്ല, നമ്മൾ സ്വയം വഞ്ചിക്കപ്പെടുന്നതായി പോകും. ഇത് കേൾക്കണം. ഞാൻ മക്കളെ പറഞ്ഞ കുഴപ്പമില്ല. അപ്പോഴാ പറയുന്നത്, ഇത് പുറത്ത് പറഞ്ഞ സിൻജോ തല വെട്ടും എന്നാണ് പറഞ്ഞത്. സിൻജോ തല വെട്ടും അങ്കിളെ. അപ്പൊ എനിക്കറിയില്ല ഇത് ആരാ സിൻജോ. ഞാൻ പറഞ്ഞോ കുഴപ്പമില്ല. ആരാണ് സിൻജോ എന്ന് ഞാൻ ചോദിച്ചില്ല. എനിക്ക് ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥനല്ല. മകന്റെ ബോഡി കൊണ്ടുപോയതേ ഉള്ളൂ. അപ്പോഴാ പറഞ്ഞ് സിൻജോ തല വെട്ടു എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ പറഞ്ഞോ ഇല്ല, കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഇക്കാര്യം തുറന്നു പറഞ്ഞാൽ ഇക്കാര്യം അവിടെ പറയില്ലേ, പോയിട്ട് മര്യാദയ്ക്ക് തിരിച്ചു വരണം. ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് പുറത്താക്കും. അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇക്കാര്യം, ഒന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, വീണ്ടും ഞാൻ പറഞ്ഞു
അപ്പോഴാ പറഞ്ഞത് സിൻജോ തല വെട്ടും, ഈ കാര്യം രണ്ടും പറഞ്ഞിട്ടാ പറഞ്ഞത്. ഞാൻ വീണ്ടും നിർബന്ധിക്കുന്നു. എന്താ പറഞ്ഞത്? എനിക്ക് നിർബന്ധിക്കാൻ പറ്റുന്നില്ല. ശരി, ഞാൻ തട്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങളെ സിൻജോയും ഫ്രണ്ട്സും അക്ഷയ്, റഹാന്, ഡാനിഷ്, അപ്പോൾ ഈ 3 പേരും എനിക്ക് പേര് നല്ലവണ്ണം അറിയാം. അവന്റെ റൂമേഴ്സാ. ഫസ്റ്റ് ഇയർ മുതൽ ഇവൻ എപ്പോഴും സംസാരിക്കും, അവന്റെ അമ്മയും സംസാരിക്കും. ഈ 3 പേര് എനിക്ക് നല്ലവണ്ണം അറിയാം. സിൻജോയും ഫ്രണ്ട്സും അക്ഷയ്, റഹാനും ഡാനിഷും കൂടെ സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിലിട്ട് തീർത്ത് തൂക്കിയതാണ്. ആരോടത്തൊന്നും പറയാ, നിങ്ങൾ ഫൈറ്റ് ചെയ്യണോ ഇത്രയും പറഞ്ഞിട്ട് ആ കുട്ടികളങ്ങ് പോയി. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചെന്നോ ഏതാണ് സംഭവിച്ചതെന്നോ എനിക്ക് മനസ്സിലാവില്ല, ഒന്നും മനസ്സിലായില്ല. അതുവരെയ്ക്കും എല്ലാവരും എന്നോട് പറഞ്ഞത് മകൻ തൂങ്ങി മരിച്ചത്. എല്ലാവരും ഒരാളെ പറഞ്ഞു, ആരോ ഒരാൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ വൈഫിന്റെ കൂടെ ആയിരുന്നു ആ ഫുൾ ടൈം. ഞാൻ അവിടെ നിന്ന് മാറിയിട്ടേ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവളെ കണ്ടീഷൻ ശരിയല്ല. അപ്പോൾ ഞാൻ എഴിച്ചു പോയിട്ടേ ഇല്ല. ബാത്റൂമിൽ പോലും പോകുന്നുണ്ടെങ്കിൽ ഒരാൾ എത്ര നോക്കിയിട്ടേ പോകുള്ളൂ. ആ രീതിയിലാണ് ഞാൻ നിന്നത്. പുറത്തൊരാളായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഈ പേര് ഇങ്ങനെ പറഞ്ഞ് ഇവരെല്ലാം ബാത്റൂം ഇവിടെ കൊണ്ട് റൂമിൽ കൊണ്ട് തീർത്തിട്ട് തൂക്കിയതാണെങ്കിൽ ഫൈറ്റ് ചെയ്യണം ഇത്രയും പറഞ്ഞിട്ട് അവരങ്ങ് പോയി. അതിനുശേഷമായി ഈ സിൻജു ആരാണ്, ഞാൻ എന്റെ അളിയന്റെ ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം പറയുന്നു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട്. എന്താണ് സംഭവിച്ചത്? അവൻ തൂങ്ങി മരിച്ചതല്ലേ, അവൻ ആത്മഹത്യ ചെയ്തതല്ലേ? അപ്പൊ അവർ കുറച്ച് സമാധാനിപ്പിച്ചിട്ട് കാര്യം പറഞ്ഞു, നീ ഒന്ന് ക്ഷമിച്ച് കേൾക്കണം, ഇത് കുറച്ച് കാര്യം അതുവരെയ്ക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കുറച്ച് ക്ഷമിച്ച് കേൾക്കണം, സംഭവം ഇങ്ങനെയാണ് കാര്യങ്ങളാണ്. ഈ പേര് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പേരറിയാമോ സിൻജോ? അപ്പോൾ അവൻ പറഞ്ഞ് അറിയാടെ, ഇത്ര അറിയാമെന്ന് പറഞ്ഞു. വീണ്ടും 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് അവൻ പറയുന്നത് ഇവനാണ് ഏറ്റവും ബ്രൂട്ടലായിട്ട് അവന് ചെയ്തിട്ടുള്ളത്. ചെയ്തത് എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞ് മതിയാക്കാൻ പറഞ്ഞു, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. പിറ്റെന്നാ ഞാൻ അവനോട് ചോദിച്ചത് എന്തൊക്കെയാണ് ചെയ്തത്. ഏറ്റവും ബ്രൂട്ടലായിട്ട് ചെയ്തത് അവനെയാണ് അവരെല്ലാം പാർട്ടിക്കാർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവർ വന്നപ്പോൾ ചോദിച്ചു, ശരി നിങ്ങൾക്കൊരു പാർട്ടിക്കാര് 10-18 പേരെ കുറ്റം ചെയ്തത്, ആ 10-18 പേരെ നിങ്ങളങ്ങ് വിട്ടോ, നിങ്ങൾ ഒഴിവാക്കി വിട്ടോ, അവരെ നിങ്ങൾ ശിക്ഷിക്കാൻ വിട്, എന്തിനാണ് നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞില്ല, നമ്മൾ സംരക്ഷിക്കില്ല, നമ്മൾ ആരെയും സംരക്ഷിക്കില്ല, നമ്മൾ നിങ്ങളെ കൂടെ ഫൈറ്റ് ചെയ്യും, നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ട്, നമ്മൾ പാർട്ടിയൊന്നും നോക്കില്ല, നിങ്ങളെ കൂടെ ഫൈറ്റ് ചെയ്യും. ഞാൻ ചോദിച്ചു, അങ്ങനെ കൂടെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചെയ്യും. എത്ര വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ അവിടെ സമരം ഉണ്ടാക്കുന്നു, ഞാൻ സമരത്തിലൂടെ തള്ളിവിടണില്ല. എത്ര വിദ്യാർത്ഥി സംഘടന ഈ പേരിൽ സമരം ഉണ്ടാക്കുന്നു, എത്ര വേറെ സംഘടന സമരം ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് പാർട്ടി നോക്കാതാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളും കൂടെ പോയിട്ട് സമരം ചെയ്യാത്തുണ്ട്. എനിക്ക് നീതി കിട്ടണം, നിങ്ങളും കൂടെ പോയിട്ട് സമരം ചെയ്യും. അവന്റെ മരണത്തിന് ഉത്തരവാദി അല്ലെങ്കിൽ കൊലപാതകത്തിന് ഉത്തരവാദി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 18 പേര് പണയിൽ പോട്ടോ, നിങ്ങളാണല്ലോ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത്. നിങ്ങൾ കേരളത്തിൽ 2 ദിവസമെങ്കിലും സമരം ചെയ്യാത്തുണ്ട്. എനിക്ക് വേണം നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം, എനിക്ക് കുറ്റവാളിയെ കണ്ടുപിടിക്കണം. നിങ്ങൾ ആരും സമരത്തിലോട്ട് ഞാൻ തള്ളിവിടണില്ല. ഇത്രയും പേര് സമരം ചെയ്യുന്നു, അപ്പൊ നിങ്ങൾ അവന് വേണ്ടിയാണ് നിൽക്കുന്നത്, പാർട്ടി നോക്കാതെ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മുഖം നോക്കാതെ നടപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ 4 പേരെ സസ്പെൻഡ് ചെയ്തു. അതാണ് നിങ്ങളെ ഏറ്റവും വലിയ ശിക്ഷ. നിങ്ങൾക്ക് എന്റെ മകന്റെ കൂടെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ചെയ്യുന്ന സ്ട്രൈക്കിന്റെ കൂടെ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നല്ല ഒരു നീതി കിട്ടും. ഈ പുറത്തുണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡ് ഇന്നലെ രാവിലെ നീക്കം ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ അറിഞ്ഞു, നീക്കം ചെയ്തെന്ന് പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ അത് SFI-കാരൻ തന്നെ കൊന്നിട്ട് SFI-കാരൻ തന്നെ കൊണ്ടുവച്ചിട്ട് അവരെ പിടിക്കണം. അപ്പൊ എല്ലാവർക്കും അറിയാം അതിന്റെ ലോജിക്ക് എന്താണെന്ന്. ഒന്നുകിൽ അവർ പറയും നമ്മളല്ല കൊന്നതെന്ന്, നമ്മൾ വേറെ ഊഹം പറഞ്ഞതല്ല, ആരോപിക്കുകയല്ല SFI-കാരെ കൊന്നതെന്ന്. അത് ആന്റി റാഗിംഗ് സെല്ല് കണ്ടുപിടിച്ചതാ, അവർ കൊടുത്ത റിപ്പോർട്ടാ, ഞാൻ പറഞ്ഞ റിപ്പോർട്ടല്ല, കോളേജുകാർ കൊടുത്ത റിപ്പോർട്ടല്ല, ആന്റി റാഗിംഗ് സെല്ല് കൊടുത്ത റിപ്പോർട്ടാ. ഇത്ര പേരുണ്ടെന്ന്. അതിലെല്ലാം ആദ്യം കൊടുത്ത റിപ്പോർട്ടിൽ എല്ലാ SFI-യുടെ പ്രവർത്തകർ മാത്രമല്ല ഭാരവാഹികളാണ്, SFI-യുടെ ഭാരവാഹികളാണ് എല്ലാവരും. ആ ഭാരവാഹികളെ സംരക്ഷിച്ചു വെച്ചിട്ട് അവർ SFI ആണ് എന്ന് കൃത്യമായിട്ട് സോളിഡായിട്ട് അറിയാം, എല്ലാവർക്കും അറിയാം, വെറും ആരോപണമല്ല. അവർ ആ സെല്ലിലുള്ള തന്നിട്ടുള്ള അവർക്ക് ഏതൊക്കെ ഭാരവാഹികളാണ്, എന്തൊക്കെ സ്ഥാനം വഹിക്കുന്നു. അപ്പൊ അവർ കൊന്ന സാധനം അവർ കൊന്നിട്ട് അവർ എന്നെ കൊണ്ട് ഫ്ലെക്സ് ബോർഡ് വെക്കുന്ന എന്തിനാണ്? അല്ലെങ്കിൽ മര്യാദയ്ക്ക് വെക്കണം. സിദ്ധാർത്ഥന്റെ മരണത്തിലെ ഉത്തരവാദിത്തവരെ കണ്ടുപിടിക്കുക. ഓക്കെ, അതിനെ സമ്മതിച്ചു. അവർ തന്നെ വെച്ചോട്ടെ, കുഴപ്പമില്ല. SFI പ്രവർത്തകരാണ് എന്ന് പറഞ്ഞിട്ട് വെക്കുന്നത് അവരൊരു പ്രവർത്തകനല്ല, അവന് പ്രവർത്തിക്കാൻ സമയമില്ല, അവന് താല്പര്യമില്ല. പ്രത്യേകിച്ച് അവന് ഈ ഒരു സാധനത്തിൽ പ്രവർത്തിക്കാൻ സമയമില്ല, താല്പര്യമില്ല. എന്നിട്ട് അവനെ പ്രവർത്തകനാക്കി. എനിക്കറിയില്ല എന്തിനാണ് പ്രവർത്തകനാക്കിയെന്ന്. ചിലപ്പം ഒന്നൊരു കേസ് ഡൈവേർട്ട് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആക്കാനായിരിക്കും. ഇല്ലേ ചിലപ്പം ഔട്ട്സൈഡിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ പാർട്ടി പരമായിട്ടോ അല്ലെങ്കിൽ മീഡിയ പരമായിട്ടോ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതൊന്ന് സ്പ്ലിറ്റ് ആയിപ്പോട്ടെ എന്ന് വിചാരിച്ചാണ്. ഇപ്പോ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് അച്ഛൻ പറയുന്നു. ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണം പോലീസ് കാര്യമായി എടുത്തിരുന്നില്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കി, പക്ഷേ പിന്നീട് പൊതുസമൂഹം ഏറ്റെടുത്തോടുകൂടി വളരെ വേഗമുള്ള പോലീസിന്റെ ഇടപെടലുണ്ടായി. അങ്ങനെയാണോ കരുതുന്നത്? അങ്ങനെ അല്ല ഞാൻ കരുതുന്നത്. കാര്യം ആദ്യഘട്ടത്തിൽ എന്ന് പറഞ്ഞാല് വയനാട്ടിലൊരു CI-ക്കായിരുന്നു അതിന്റെ ചുമതല. ആ കേസ് കൊടുത്ത സമയത്ത് വയനാട്ടിലെ CI-ക്കാ ചുമതല.
അപ്പോൾ സി ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സി ഐക്ക് കിട്ടുന്നതിനും കാട്ടി വിവരം, അല്ലെങ്കിൽ സി ഐക്ക് കിട്ടിയോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ആ 2 ദിവസം കൊണ്ട് അവിടെ നടന്ന സംഭവങ്ങളുടെ പൂർണ്ണ വിവരം നമുക്ക് കിട്ടി. എന്തൊക്കെയാണ് നടന്നത്, ഏതൊക്കെയാണ് നടന്നത്. അവിടെയുള്ള അവന്റെ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട്, നല്ല ടീച്ചേഴ്സുണ്ട്. അവിടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട രീതിയിലെല്ലാം കിട്ടി. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് കിട്ടിയത്. അതെല്ലാം വളരെ സോളിഡ് ആയിട്ടുള്ള പ്രൂഫ് ഉൾപ്പെടെ കിട്ടി. എന്നിട്ടും അവിടെ നിന്ന് ഒരു അന്വേഷണത്തിന് കൃത്യമായിട്ടുള്ള ആ പ്രതികളെ പിടിക്കുകയോ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അവിടെ നിന്ന് ഒരു അറിവുമില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്യില്ല. ഒരു ദിവസം വെയിറ്റ് ചെയ്ത് പിറ്റേന്ന് നമ്മൾ ADG സാറിന്, അജിത് കുമാർ സാറിന്, ലോ ആൻഡ് ഓർഡർ പുള്ളിക്ക് നമുക്ക് എന്തൊക്കെയാണ് വിവരം കിട്ടിയത്, കള്ളമായിക്കോട്ടെ സത്യമായിക്കോട്ടെ, എന്തൊക്കെയാണ് വിവരം കിട്ടിയത് അതെല്ലാം വെച്ചിട്ട് ഒരു വിശദമായിട്ടുള്ള പരാതി ADG സാറിന് കൊടുത്തു. പുള്ളി പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു, വളരെ മാന്യമായിട്ട് പെരുമാറി. എന്നിട്ട് എല്ലാം കുറച്ച് വായിച്ചു നോക്കിയിട്ട് പകുതി വായിച്ചു നോക്കി നമ്മൾ വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ പുള്ളിക്ക് എല്ലാം മനസ്സിലായി. പുള്ളി തന്നെയാണ് കണ്ണൂർ DIGക്ക് ഫോർവേഡ് ചെയ്തത്. നമ്മളോട് പറഞ്ഞു കണ്ണൂർ DIGക്ക് ഇപ്പോൾ തന്നെ ഫോർവേഡ് ചെയ്യാം, ഇത് ഞാൻ ഹൈ ലെവലിൽ അന്വേഷിക്കാം. അപ്പോഴെന്നെ കണ്ണൂർ DIGക്ക് ഫോർവേഡ് ചെയ്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് തന്നെ കൽപ്പറ്റ DYSP വന്നു. അപ്പോഴെന്നെ അന്വേഷണ കമ്മീഷൻ DYSP ഏറ്റെടുത്തു, CI എന്ന്. അത് ഏറ്റെടുത്ത് കഴിഞ്ഞോടുകൂടി കുറച്ച് പ്രോഗ്രസുകൾ ഉണ്ടായി. ഓരോരുത്തരെ പിടിക്കുന്നു, ആൾക്കാരെ പിടിക്കുന്നു. കുറച്ച് പേര് ഒളിവിലാണെന്ന് പറഞ്ഞു. ഒളിവിലെന്ന് പറയുന്നത് CPIയുടെ ഈ മാരെയാണ്, SFIയുടെ നേതാക്കന്മാരെ ആരെയും കിട്ടിയില്ല, ബാക്കിയുള്ളവരെ കിട്ടി. അത് ഇതുവരെയ്ക്കും ഇത്രയും വരെ കിട്ടി. ഞാൻ തൃപ്തനാണോ ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി തൃപ്തനാണെന്ന് എനിക്ക് പറയാൻ പറ്റൂല. അത് അവർ എന്തൊക്കെ കേസ് ചാർജ് ചെയ്യുന്നു, ഏതൊക്കെ കേസ് ചാർജ് ചെയ്യുന്നു, ലൂപ്പുകളുണ്ട്, അതെല്ലാം എനിക്ക് നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാത്തിനും പിടിച്ചിട്ട് ഞാൻ കേസുമായിട്ട് പോകുമ്പോൾ ഇറങ്ങി അങ്ങ് പോകും. നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെ വകുപ്പുകളെന്ന് അറിയില്ല. ഏതായാലും പുള്ളിയെ എനിക്ക് ഇതുവരെയ്ക്കും വിശ്വസിക്കുന്നു. ഇതുവരെയ്ക്കും എനിക്ക് പുള്ളിക്ക് വിശ്വാസമുണ്ട്. അത് നല്ല രീതിയിൽ പോകണമെങ്കിൽ പോട്ടെ. എനിക്ക് എന്റെ ആഗ്രഹം അതാണ്. എല്ലാവരും പിടിക്കട്ടെ. ജയപ്രകാശ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പ്രതികൾ കീഴടങ്ങുന്നതിൽ ദുരൂഹതയുണ്ട് എന്നാണ് ജയപ്രകാശ് പറയുന്നത്. നോക്കിക്കൊള്ളാമെന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ടാകാം, അതിന്റെ അടിസ്ഥാനത്തിലാകാം പ്രതികൾ കീഴടങ്ങുന്നത് എന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ സംശയിക്കുന്നത്. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്. എന്നാൽ പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പുകളാണ് ചുമത്താൻ നീക്കമെങ്കിൽ മറ്റ് ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തുമെന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.